സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോന്നൊന്ന് കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓക്കെ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കേൾക്കുന്നുണ്ടോ സൗണ്ട്? യെസ്, ഓക്കെ. നമ്മള് ലാബ് നോക്കുക. ലേബർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു എക്സാമിന് ഒരു 14 മാർക്കോളൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് 2 മാർക്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, 5 മാർക്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ എസ്ഐയും പ്രതീക്ഷിക്കാം. ഓക്കെ, 2021 ചോദിച്ചു, 22 ചോദിച്ചിട്ടില്ല, 23 ചോദിച്ചു, 24 ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ 25 ചോദിക്കുന്നത് കണ്ടറിയാം. ഓക്കെ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഞാൻ സ്വാഭാവികമായിട്ടും തിയറി പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇതിൽ എനിക്ക് കൂടുതൽ വേറെ ഒന്നുമില്ല, PVQs മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. കാര്യമായിട്ട് ഉള്ളത് നല്ലപോലെ എന്ത് ചെയ്യുക, നോക്കി പോരാ കേട്ടോ. ഓക്കെ, നമുക്ക് വരാം. ആദ്യം ഇത് ഇന്നത്തെ ഒരു ലൈവ് തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേറെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ഓവർഹെഡിന്റെ ചാപ്റ്റർ ഒക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഓവർഹെഡ് നമുക്ക് മറ്റന്നാൾ ലൈവ് വെച്ചൂടെ? ഓവർഹെഡിന്റെ കാര്യത്തിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ, നോക്കാം. നമുക്ക് ഏതായാലും ഞാൻ കാര്യങ്ങൾ കൂടുതൽ ഇതാക്കാം. നമുക്ക് ഇതിലറിയാം, ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലറിന്റെ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ പിന്നെ ഹാൾസിയുടെ, പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രൈറ്റ് ടൈമും അതുപോലെ തന്നെ സ്ട്രൈറ്റ് പീസ് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. അത് എന്താണ് ഏറ്റവും പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ ബി ആണ്, സെക്ഷൻ ബിയിലാണ് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വല്ലാതെ വന്നിട്ടുള്ളത്. നോക്കാം എന്തൊക്കെയാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹവറിൽ പിന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഹവർ എത്രയാണ്? 5 ആണ്. ഒരു ഹവറിൽ 5 ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കും. ഒരു ഹവർ ഒരാൾ വർക്ക് ചെയ്താലിടാ 5 ഔട്ട്പുട്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് ഇനെ 40 ഹവർ വീക്ക്, 40 മണിക്കൂറുള്ള ഒരു വീക്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 220 ആണ്. ഒരു ഹവറിൽ എത്ര എണ്ണം വേണം? ഒരു ഹവറിൽ 5 എണ്ണം വേണം ഉണ്ടാക്കുന്നത്. എന്നാൽ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 40 അവർ പണിയെടുത്തപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര വന്ന്? 220 ആണ്. ആ 40 അവറിൽ എത്ര എണ്ണം ഔട്ട്പുട്ട് വന്നു? 220 വന്നു. സ്റ്റാൻഡേർഡ് എത്ര? സ്റ്റാൻഡേർഡ് ഒരു ഹവറിൽ 5 യൂണിറ്റ് ആണ്. അപ്പൊ 40 അവറിൽ എത്ര വരിക? 200 ആണ് വരിക. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേജ് റേറ്റ് പെർ അവർ വേജ് റേറ്റ് എത്ര വരിക? 10 രൂപയാണ്. അത് 10 രൂപയാണ്. ഒരു അവർ പണിയെടുക്കുകയാണെങ്കിൽ 10 രൂപ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഒന്നാമത്തത് സ്ട്രൈറ്റ് ടൈം റേറ്റ്, അതായത് ടൈം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. രണ്ടാമത്തെ പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മറ്റൊന്ന് ടൈലർ ഡിഫറൻഷ്യൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ടൈം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ എത്ര മണിക്കൂർ ഇയാൾ ആക്ച്വലി പണിയെടുത്തിട്ടുണ്ട്? 40 അവേഴ്സ് പണിയെടുത്തിട്ടുണ്ട്. ഒരു അവർ പണിയെടുക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് അയാൾക്ക് തരിക? ഒരു അവർ വർക്കിന് അയാൾക്ക് എത്ര രൂപ തരിക? 10 രൂപ തരിക. അപ്പൊ ആക്ച്വൽ അവർ എത്ര? ആക്ച്വൽ അവർ 40 അവർ ആണ്. അയാൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്? 40 അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോ 10 ഒരു ഹവറിന് 10 രൂപ വന്നിട്ടുള്ളത്. അപ്പം ടോട്ടൽ അയാളെ ടൈം റേറ്റ് വെച്ച് നോക്കുമ്പോൾ 40 രൂപയാണ് അയാൾക്ക്, 400 രൂപയാണ് അയാൾക്ക് വരിക. ഇനി പീസ് റേറ്റ് നോക്കുക. പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? 220 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പീസിന് എത്ര റേറ്റ്? ഒരു പീസിന് എത്ര റേറ്റ് എന്ന് കണ്ടെത്തൽ എങ്ങനെയാണ്? ഒരു പീസിന് എത്ര റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ഹവറിൽ അയാൾ 5 ഔട്ട്പുട്ട് ഉണ്ടാക്കും, 5 പീസ് ഉണ്ടാക്കും എന്നർത്ഥം. ഒരു ഹവറിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? 10 രൂപ കിട്ടും. അപ്പൊ 10 രൂപ അയാൾക്ക് കിട്ടും. ഒരു ഹവറിൽ 5 യൂണിറ്റ് അയാൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹവറിന് അയാൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? ഒരു പീസ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് എത്ര രൂപ കിട്ടുന്നുണ്ട്? 2 രൂപ കിട്ടുന്നുണ്ട്. ഒന്നുമില്ല, ഒരു ഹവറിൽ അയാൾക്കുള്ള എമൗണ്ട് എത്ര? 10 രൂപ. ഒരു ഹവറിൽ അയാൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്? 5 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര വരുന്നത്? 2. ഓക്കെ, അതാണ്. ഇനി ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? ആക്ച്വൽ ഔട്ട്പുട്ട് 220 യൂണിറ്റ് ആണ്. 220 യൂണിറ്റ് ആണ്. 2 രൂപ വെച്ചിട്ട് 440 ആണ് പീസ് റേറ്റ്. എന്നാൽ ടൈം റേറ്റ് വെച്ച് അയാൾക്ക് എത്ര കിട്ടുള്ളൂ? 400 കിട്ടുള്ളൂ. പീസ് റേറ്റ് എങ്ങനെ കണ്ടു? വേജസ് പെർ ഹവർ വേജസ് എത്ര നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഹവർ ഡിവൈഡ് ചെയ്തു. 10/5 എന്ന് പറഞ്ഞിട്ട് 2 ചെയ്തു. ഇതാണ് അയാളുടെ പീസ് റേറ്റ് കണ്ടത്. പീസ് റേറ്റ് ഇൻറ്റു എത്ര പീസ് ഉണ്ട് നോക്കിയിട്ട് 440. ഓക്കെ, സ്ട്രൈറ്റ് പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എങ്ങനെയാണ്? ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാണ്. എന്റെ വീഡിയോസിൽ കൃത്യമായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ടൈലറിന്റെ പീസ് റേറ്റ്? ടൈലറിന്റെ പീസ് റേറ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ആദ്യം നോക്കുക സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്ര നോക്കുക. ഒരു ഹവറിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ആണ്. ഒരു ഹവറിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 5 ആണ്. അയാൾ 40 ഹവർ പണിയെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ 40 ഹവറിന്റെ വർക്കിന് അയാൾക്ക് എത്ര യൂണിറ്റ് കിട്ടണം? 200 യൂണിറ്റ് കിട്ടണം. 200 യൂണിറ്റ് അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഈ 200 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. എന്നാൽ ഇയാൾ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര ഉണ്ട്? 220 യൂണിറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡിന്റെ മുകൾക്കാണ് അയാളുടെ എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് 120 പിന്നെ പീസ് റേറ്റിന്റെ 120% കിട്ടാൻ അർഹനാണ്. അതായത് 220 യൂണിറ്റ് ഇൻറ്റു 2 ചെയ്തിട്ട് കിട്ടുന്ന സംഖ്യയുടെ അതെത്ര കിട്ടുക? 440. ഈ 440ന്റെ 120% അതെത്രയാണ്? അതാണ് ഇപ്പൊ ചെയ്തത് ഈ കാൽക്കുലേഷൻ. ഓക്കെ, 528. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. ആദ്യം 2 × 120% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 2 × 120% എത്ര കിട്ടുക? 2.4 ആയിരിക്കും കിട്ടാൻ ഞാൻ മനസ്സിലാക്കുന്നത്. 2.4 അല്ലേ? 2.4 ഞാൻ ഇത്രയും നേരം വിശദീകരിച്ച 2 അങ്ങനെ വന്നതെന്നായിരുന്നു. വേജസ് പെർ അവർ 5 ആണ്. വേജസ് പെർ അവർ 5 ആണ്. ഒരു അവറിൽ 5 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ 2 ആണ് എന്ത് ചെയ്യുന്നത്? ഒരു അവറിന് ഒരു പീസിനുള്ള റേറ്റ്. ഒരു മണിക്കൂറിന് 10 രൂപയാണ് വരുന്നത്. ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പീസ് റേറ്റ് 2 ആണ്. ഓക്കെ, അങ്ങനെയാണ് 2 വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കുക 2 എന്ന് പറയുന്നത് നമ്മുടെ പീസ് റേറ്റ് ആണ്. 120% കാണുമ്പോൾ 2.4 വരും. 220 × 2.4 ചെയ്താലും നമുക്ക് ഈ ആൻസർ ആയിരിക്കും. ഇതന്നല്ലേ കിട്ടുന്നത്? നോക്ക്, 220 × 2.4. 2.4 ആദ്യം കൺഫേം ചെയ്യാം. അത് 220 × 2.4 ചെയ്ത് കഴിഞ്ഞാൽ 528 ആയിരിക്കും കിട്ടുക. കാൽക്കുലേറ്റർ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. 2 രീതിയിലും ചെയ്യാം. സ്റ്റാൻഡേർഡിന് മുകളിലാണെങ്കിൽ 120%, സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ എത്രയാടാ അറിയോ? സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ എത്ര വരിക? 80% ആണോ 100% ആണോ? അതൊക്കെ ടൈലർ നല്ല പോലെ പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പ്രോബ്ലം വരുമ്പോ പറയാം. നിങ്ങൾ പഠിച്ചു വെക്കണേ. ടൈലർ അത്ര ഇമ്പോർട്ടന്റ് ആണ്. എത്ര എക്സാമിൽ അത് ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. 80% നോക്കാം എന്താണെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ അതിൽ പിന്നെ എന്ത് ചെയ്യാത്തത്, കൂടുതൽ പറയാത്തത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. മറന്നു പോകരുത്, നല്ല പോലെ പഠിച്ചു വെക്കുക ടൈലറിൻ്റെത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് ആണ്. നോർമൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 1 രൂപയാണ്. ഓക്കെ, എക്സ് പ്രൊഡ്യൂസ് ചെയ്തത് 60 യൂണിറ്റ് ആണ്. വൈ പ്രൊഡ്യൂസ് ചെയ്തത് 100 യൂണിറ്റ് ആണ്. സെഡ് പ്രൊഡ്യൂസ് ചെയ്ത്
110 യൂണിറ്റ് ആണ്. കാൽക്കുലേറ്റ് ഏർണിങ്സ് യൂസിങ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഓഫ് വർക്കേഴ്സ് എക്സ് ആൻഡ് വൈ. എന്തൊക്കെയാ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 100 യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഇനി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയാണെന്നും പറഞ്ഞു. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. എക്സ് എത്ര യൂണിറ്റാ പ്രൊഡ്യൂസ് ചെയ്തത്? 60 ആണ്, ബിലോ സ്റ്റാൻഡേർഡ് ആണ്. വൈ എന്താണ്? സ്റ്റാൻഡേർഡ് ആണ്. സെഡ് എത്രയാണ്? എബോവ് സ്റ്റാൻഡേർഡ് ആണ്. ഇതൊക്കെയാണ് ഉള്ളത്. എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുക? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, നോർമൽ പീസ് റേറ്റ് തന്നിട്ടുണ്ട്. ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്രകാരം ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ വർക്കറിന് കിട്ടുക 80% ഓഫ് നോർമൽ റേറ്റ്. എന്താണോ നോർമൽ റേറ്റ് അതിന്റെ 80% കിട്ടുള്ളൂ. ഓക്കെ, ഈ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ 120% ഓഫ് നോർമൽ റേറ്റ്. നോർമൽ റേറ്റിന്റെ 120% കിട്ടും. ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വ്യത്യസ്ത രീതിയിൽ ഓരോരുത്തരും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മള് ഫോളോ ചെയ്യുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ അയാൾക്ക് എത്രയാണോ കിട്ടേണ്ടത് അതിന്റെ 80% കൊടുക്കുള്ളൂ. എന്നാൽ അയാൾ സ്റ്റാൻഡേർഡിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന് താഴെ അല്ല, സ്റ്റാൻഡേർഡ് എബോവ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? 120% ഓഫ് പീസ് റേറ്റ് കിട്ടും. അപ്പൊ നോക്കാം, എക്സ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? എക്സ് പ്രൊഡ്യൂസ് ചെയ്തത് 60 യൂണിറ്റ് ആണ്. അപ്പൊ 60 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 1 രൂപ കിട്ടൂല. നോർമൽ പീസ് റേറ്റിന്റെ 80% ആയിട്ടുള്ള 80 പൈസയെ കിട്ടുള്ളൂ. അപ്പൊ ഇയാൾക്ക് എത്ര കിട്ടുക? 60 × 0.80 എന്ന് പറഞ്ഞിട്ട് 48 കിട്ടുള്ളൂ. ഇനി വൈ എന്താണ്? ആക്ച്വൽ ആണ്. അപ്പൊ വൈ എന്താണ്? സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 1 × 120%, 1 രൂപക്ക് പകരം 1.2 കിട്ടും. ഇയാൾക്ക് 120 രൂപ വരിക 100 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ. ഇയാൾക്കും എബോ സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് 120% വരണം. അങ്ങനെ എന്ത് ചെയ്തു? 110 × 1.2 132 ആണ് എമൗണ്ട് വരുന്നത്. ക്ലിയർ ആണോ? ടൈലറിന്റെ കാൽക്കുലേഷൻ ക്ലിയർ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ്. ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ പിന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലെ? ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രം ദ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 3. എന്താണ് നോക്കുക, കൃത്യമായിട്ട് നോക്കുക. ഇതെന്താ? ഫ്രം ദ ഫോളോ ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഏർണിംഗ് ഓഫ് ഗീത ആൻഡ് സീത ഓൺ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. എത്രാമത്തെ എക്സാമിനാ ടൈലർ ചോദിച്ചേ? ഒന്നാമത്തെ എക്സാമിൽ നോർമൽ പീസ് റേറ്റും, അതായത് പീസ് റേറ്റും ചോദിച്ചു, അതുപോലെ തന്നെ ടൈം റേറ്റും ചോദിച്ചു. അതിന് പുറമെ ടൈലറിന്റെ ഇത് ചോദിച്ചു. രണ്ടാമത്തെ എക്സാമിന് ടൈലർ മാത്രം ചോദിച്ചു. മൂന്നാമത്തതിനും ചോദിക്കുന്നത് ടൈലർ ആണ്. ഓക്കെ, 3 എക്സാമിന് ടൈലർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടൈലർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 8 യൂണിറ്റ്, ഒരു അവറിൽ 8 യൂണിറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. നോർമൽ ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 പൈസ പെർ അവർ. ശ്രദ്ധിക്കുക, ഔട്ട്പുട്ടിന് ഒരു അവറിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്? 8 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ടൈം റേറ്റ് എത്ര? ഒരു ഹവറിന് 40 പൈസയാണ്. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര പൈസ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹവർ പണിയെടുത്താൽ 8 യൂണിറ്റ് ഉണ്ടാക്കും. ഒരു ഹവറിനുള്ള പൈസ എത്ര? 40 പൈസ. എനിക്ക് തോന്നുന്ന ഒരു 1900 സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നേയുള്ള റേറ്റാ തോന്നുന്നുണ്ട്. ഡിഫറൻഷ്യൽ ടു ബി അപ്ലൈഡ് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്യേണ്ട എത്രയെന്ന്? 80% ഓഫ് പീസ് റേറ്റ് ബിലോ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ 80% ഓഫ് പീസ് റേറ്റ്. 120% ഓഫ് പീസ് റേറ്റ് അറ്റ് ഓർ എബോവ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ 120 ആണ്. ഇനി നോക്കുക, ഗീത പ്രൊഡ്യൂസസ് 54 യൂണിറ്റ് ആൻഡ് സീത പ്രൊഡ്യൂസസ് 75 യൂണിറ്റ്സ്. ഗീത എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? 54 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. സീത പ്രൊഡ്യൂസ് ചെയ്തത് 75 യൂണിറ്റ്. ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നൊന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞോളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ്. എന്ത് ചെയ്യും? എന്താണ് പ്രശ്നം എന്ന് ആദ്യം മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് റേറ്റ് തരാത്തതാണോ? സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ട്, നോർമൽ ടൈം റേറ്റ് തന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റും.
ഈ ഹവറും ഇതും വെച്ചിട്ട് വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 54 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര ഹവർ കൊണ്ടാണ്? 75 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര ഹവർ കൊണ്ടാണ്? ഒരു ഡേയിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഡേയിൽ എത്ര ഹവർ ഫാക്ടറി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? 8 ആണോ, 9 ആണോ, 10 ആണോ, 7 ആണോ? ഏതാ നിങ്ങൾ എടുക്കുക? ഏത് ഹവറാ നിങ്ങൾ എടുക്കുക? നിങ്ങൾ ഏത് ഹവർ അതില് എടുക്കും? അങ്ങനെ എങ്ങനെ 12 എടുക്കുവോ? 12 അവേഴ്സിന് എടുക്കുമെന്ന് വെച്ചാൽ എടുക്കായൊന്നുമില്ല. പക്ഷെ ഞാന് രണ്ടെണ്ണേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഒന്നാമത്തത് 8 എന്ന് പറയുന്നത് നോർമലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ്. 8 അവേഴ്സ് ആണ് ഒരാൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി 9 എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറി ആക്ട് പ്രകാരം ഒരു എംപ്ലോയിനെ 9 അവേഴ്സിനേക്കാളും വർക്ക് ചെയ്യിപ്പിച്ച അതിന് ഓവർ ടൈം ആയിട്ടുള്ള ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ 9 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 8 ചെയ്ത് വെച്ച് ചെയ്യാം. യൂണിവേഴ്സിറ്റിയുടെ സജസ്റ്റഡ് ആൻസർ 9 വെച്ചിട്ടാ ചെയ്തത്, അതുകൊണ്ട് 9 വെച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതാ ശരിയാവുകയെന്ന്. ഏതാ ശരിയാവുമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്താ അസംഷനില്ല? അസംഷൻ എടുക്കുക. ഒരു ഡേയില് 8 അവേഴ്സ് ആണെന്ന് അസംഷൻ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡേയില് 9 അവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് 9 അവർ. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലായല്ലോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറയുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ ഡാറ്റ ഇല്ലെങ്കിൽ അസംഷൻസ് എടുക്കണം, അസംഷൻസ് എന്ത് ചെയ്യണം, നോട്ട് കൊടുക്കണം എന്നുള്ളത് ചില ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ പറഞ്ഞോളൂ. സാറിന്റെ ക്ലാസ് ഇത് ആദ്യമായിട്ടാ ഈ ഇതിലാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ വീണ്ടും ക്ലാസ്സുകളൊക്കെ ലേബർ ഇന്ന് തീരുകയാണ്. ഇനി എന്ത് ചെയ്യണം? ഓവർഹെഡ് 2 ദിവസം 6 വീഡിയോ ആയിട്ടുണ്ട്. 6 വീഡിയോ ഉണ്ട്. മിനിമം നിങ്ങൾ ഒരു 7 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓവർഹെഡ് ഞാൻ 2 ക്ലാസ് 1.5 മണിക്കൂർ വെച്ച് എടുത്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പൊ 7 പോരാ, ഒരു 8, 9 മിനിമം ഒരു 10 അവർ വർക്ക് ചെയ്താലേ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് കഴിഞ്ഞത് തൊട്ടിട്ട് ഓവർഹെഡിലേക്ക് പോവാം. ഓവർഹെഡ് നാളെ മറ്റന്നാൾ നൈറ്റിൽ ഇതേ സമയം നമ്മൾ ഇരിക്കും. അപ്പോഴേക്കും ഓവർഹെഡ് നല്ല പോലെ സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഓവർഹെഡിൽ അത്യാവശ്യം വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ആ പ്രോബ്ലംസ് ഉള്ളത് സെറ്റ് ചെയ്യാം. തിയറി അത്യാവശ്യമുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസിന്റെ വീഡിയോ അതുപോലെ ഇട്ടിട്ടുണ്ട്. ഒന്നും മിസ്സാവണ്ട, ഫുള്ള് പഠിക്കാം. ഓക്കെ, നോക്കാം. അപ്പൊ 9 അവറാണ് എടുത്തതെന്ന് മനസ്സിലാക്കാം. ഇനി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ റേറ്റ് 8 യൂണിറ്റ് ആണ് ഒരു ഹവറിൽ. നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് 40 പൈസയാണ്. വർക്കിംഗ് അവേഴ്സ് എന്താണ്? വർക്കിംഗ് അവേഴ്സ് അസംഷൻ ആണ്. എന്റെ അസംഷൻ ഫാക്ടറി ആക്ട് പ്രകാരം 9 അവർ. അതിൽ ഒരു അവർ എന്തിനുള്ളതാണ്? ഒരു അവർ എന്തിനുള്ളതാണ്? റിഫ്രഷ്മെന്റ് പോലത്തേനുള്ളതായിരിക്കും. അതാണ് 9 അവർ വരുന്നത്. യഥാർത്ഥത്തിൽ 8 ആണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. 9 എടുത്ത് ചെയ്യാൻ കാരണം ഇത് എന്റെ അസംഷൻ അല്ല, സജസ്റ്റഡ് ആൻസറിലുള്ള അസംഷൻ ആയതുകൊണ്ടാണ് എടുത്തത്. ഞാൻ ഈ വർക്ക് 8 അവർ വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സജസ്റ്റഡ് ആൻസർ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിൽ 9 അവറാ ചെയ്തത്. അപ്പൊ പിന്നെ നല്ലത് എന്താണ്? 9 അവറാ. എന്തുകൊണ്ടാ നല്ലതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലം ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. 9 അവർ. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഡേ എത്ര സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്? 8 യൂണിറ്റ് പെർ അവർ ഉണ്ട്. 9 അവർ ഉണ്ടെങ്കിൽ 72 യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വേണം. ഒന്നാമത്തെ ആൾക്ക് 54 യൂണിറ്റ് ഉള്ളൂ, രണ്ടാമത്തെ ആൾക്ക് എത്ര? 75 ഉള്ളൂ. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് 8 എടുത്ത് ആദ്യം ചെയ്തത് എന്ന് വെച്ച് അത് ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 യൂണിറ്റ് വെച്ച് ചെയ്ത് നോക്കിയപ്പോ 8 × 8 64 വരും അല്ലെ? 64 വരുമ്പോ ഓക്കെ, അത് കുഴപ്പമില്ല. 54. അപ്പൊ ഞാൻ എന്തോ മാറിപ്പോയി. അതായത് 64 ആണ് എന്നുള്ള ഇതില് വിത്തിൻ സ്റ്റാൻഡേർഡ് വന്നല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, 8 വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അസംഷൻ കൊടുത്താൽ മതി. ഞാനിത് 64 എന്നുള്ള രീതിയിലാണ് 8 ഒഴിവാക്കിയത്. 54 ആണല്ലോ. അതായത് ഉദ്ദേശിച്ചതാണ് 8 × 8 എന്ന് പറയുമ്പോൾ 64 വരും. 64 വരുമ്പോൾ ഞാൻ എന്റെ പെട്ടെന്നുള്ള നോട്ടത്തിൽ 54 എന്നുള്ളത് 64 തോന്നി. അപ്പൊ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇതേമാതിരി രണ്ടാമത് റീകാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ്. 8 ചെയ്തെന്ന് എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 8 72 യൂണിറ്റാ വേണ്ടത്. പീസ് റേറ്റ് നോക്കുക. പീസ് റേറ്റ് എത്രയാണ് വരുന്നത് നോക്കുക. എന്താണ് പീസ് റേറ്റിന്റെ കണക്ക്? അതായത് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 40 പൈസ കിട്ടും.
ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും? 8 യൂണിറ്റ് ഉണ്ടാക്കും. അപ്പൊ പീസ് റേറ്റ് എത്ര? പീസ് റേറ്റ് ഇതാണ് പീസ് റേറ്റ്. എത്രയാണ്? 5 പൈസയാണോ? 5 പൈസയാണ് പീസ് റേറ്റ് കേട്ടോ. ഒരു പീസ് ഉണ്ടാക്കിയ 5 പൈസ കിട്ടും. ക്ലിയർ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. ഈ കാൽക്കുലേഷൻ ഓക്കെ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. അതായത് ഒരു ഹവറിന് വർക്ക് ചെയ്താൽ 40 പൈസ കിട്ടും. ഒരു ഹവറിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്? 8 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? ഒരു പീസ് റേറ്റിന് എത്ര വരിക? 0.5. ഇവിടെ 0 ഇടണമെന്നില്ല, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0-ത്തിനാണ് പ്രസക്തി ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ അല്ലേ? എല്ലാവരും കമന്റ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ ആണ്. ഇനി നോക്കുക, ഒന്നാമത് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഈ 5 പൈസയുടെ 80% കിട്ടുള്ളൂ, അതായത് 40 പൈസ. എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 5 പൈസയുടെ 120% കിട്ടും, അത് 0.6, 6 പൈസ. 40 പൈസ അല്ല, ഇത് 4 പൈസ, ഇത് 6 പൈസ. ഈ പറഞ്ഞത് ഓക്കെയാണോ? ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതായത് 80% കിട്ടുള്ളൂ. ബിലോ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 72 യൂണിറ്റ് ഉണ്ടാക്കേണ്ടിയിരുന്നു. 72 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു പീസിന് 4 പൈസ വെച്ചേ കൊടുക്കുള്ളൂ. ഇനി എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നോർമൽ 5 പൈസ ഉണ്ടെങ്കിലും ഇയാൾക്ക് 6 പൈസ വെച്ച് എന്ത് ചെയ്യും? കൊടുക്കും. എല്ലാവരും കമന്റ് ചെയ്യുക 4 പൈസയും 6 പൈസയും വന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എഫിഷ്യൻസി നോക്കാൻ എന്താ ചെയ്യാ? ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഹവർ ആണെങ്കിൽ മാറൂട്ടോ, ഹവർ ആണെങ്കിൽ തിരിച്ചിടണം. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? ആക്ച്വൽ ഔട്ട്പുട്ട് ഗീതയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 54 യൂണിറ്റ് ഉള്ളൂ. അപ്പൊ 54 ഡിവൈഡ് ബൈ, നമുക്ക് എഫിഷ്യൻസി ആകെ 75% വന്നിട്ടുള്ളൂ. 100% താഴെയാണ്, ബിലോ സ്റ്റാൻഡേർഡ് ആണ്. ഇനി എഫിഷ്യൻസി ഇവിടെ വരുമ്പോൾ 75 യൂണിറ്റ് ഉണ്ട്, അത് നമുക്ക് 100ന്റെ മേലുണ്ട്. അപ്പൊ എന്താണ്? എബോവ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ 4 പൈസ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 പൈസ, ഇവിടെ 6 പൈസ. എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓരോരുത്തരുടെ യൂണിറ്റ്, ഒരാൾ 54 യൂണിറ്റ്, 54 × 0.4 എന്ന് പറയുമ്പോൾ 2 രൂപ 60 പൈസ. മറ്റേ ആൾ എത്രയാണ്? 75 യൂണിറ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പൊ 75 × 0.06 പറയുമ്പോൾ 4.5. ഇതാണ് ആൻസർ. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് സ്റ്റാൻഡേർഡിന് മേലെയാണോ താഴെയാണോ അറിയാനാ. അതല്ലാതെ തന്നെ നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? എഫിഷ്യൻസി കാൽക്കുലേഷൻ വന്നോട്ടെ എന്ന് എഴുതിയിട്ടതാണ്. ഓക്കെ, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ 72 യൂണിറ്റ് ആണ് വേണ്ടത്. 72ന് താഴെയാണെങ്കിൽ ബിലോ സ്റ്റാൻഡേർഡ് ആണ്. 72 യൂണിറ്റ് മുകളിലാണ് 75, അപ്പൊ എബോവ് സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ തന്നെ ഇത് എടുക്കാം. പിന്നെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് × 100 ചെയ്താൽ പെർസെന്റേജ് കിട്ടും. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഇനി അടുത്തത് ഹാൾസിയുടെ പ്ലാൻ അനുസരിച്ച്. ഹാൾസി എക്സാമിന് റോവനും കൂടെ നോക്കണം കേട്ടോ. റോവനൊക്കെ നമ്മൾ കാൽക്കുലേഷൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. റോവനും കൂടെ എന്ത് ചെയ്യാം? ടൈം സേവ്ഡിന്റെ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് കണ്ടിട്ട് റോവനും കൂടെ നിങ്ങളൊന്ന് എടുത്തു പോരാ. ഇതുവരെ റോവൻ ചോദിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. റോവനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? എടുക്കുക. സ്റ്റാൻഡേർഡ് ടൈം എത്ര തന്നിട്ടുള്ളത്? 10 അവർ തന്നിട്ടുള്ളത്. ആക്ച്വൽ ടൈം ടേക്കൺ എ 12 അവർ എടുത്തിട്ടുണ്ട്, ബി 10 അവർ എടുത്തിട്ടുണ്ട്, സി 7 അവർ എടുത്തിട്ടുണ്ട്. ഹവർലി റേറ്റ് എത്ര? 50 പൈസയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഹാൾസിന്റെ ഇതെന്താണ്? ടൈം റേറ്റ്. ഓക്കെ, ടൈം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ശേഷം ടൈം സേവ് ചെയ്തതിന്റെ, ലോജിക്കലി ഇത്രയേ ഉള്ളൂ, ടൈം സേവ് ചെയ്തതിന്റെ എന്ത്? 50%. ടൈം സേവ് ചെയ്തതിന്റെ 50%. അത് നമ്മള് പല രീതിയിലായിട്ട് എന്ത് ചെയ്യും? എങ്ങനെ? ടൈം ഹവർ, ആക്ച്വൽ ഹവർ അല്ലെ, ഹവർ എത്ര? ഹവർ ഇൻറ്റു ആ രീതിയിലൊക്കെ ചെയ്യും. സത്യത്തിൽ എന്താണ്? ഇത്ര ആലോചിക്കാൻ ഇത്രേ ഉള്ളൂ. ടൈം റേറ്റ് എത്ര കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ എ ആണെങ്കിൽ 12 മണിക്കൂർ പണിയെടുത്തു, 12 ഇൻറ്റു എത്ര? ഒരു ഹവറിന് എത്ര പറഞ്ഞത്? 50 പൈസ. 50 പൈസ കാൽക്കുലേറ്റ് ചെയ്യും. ബി 10 അവർ പണിയെടുത്തു, 10 ഇൻറ്റു 50 പൈസ. സീനെ സംബന്ധിച്ചിടത്തോളം 7 മണിക്കൂർ പണിയെടുത്തു, ഇയാൾക്കേ ബോണസ് ഉള്ളൂ, ടൈം സേവ്ഡ്. അത് ബോണസ് 3 മണിക്കൂറാ. 3 മണിക്കൂറിന്റെ പകുതിന്റെ റേറ്റ് എടുക്കും. നോക്കാം, ഓരോന്ന് എടുക്കുന്നുണ്ട്. ഇതാ ഏണിങ്സ് എങ്ങനെ കാണുക? ആക്ച്വൽ ടൈം ഇൻറ്റു ഹവർലി റേറ്റ്. ഇതാണ് നമ്മുടെ നോർമൽ ബേസിക് റേറ്റ് എന്ന് പറഞ്ഞത്. അതിന് പുറമെ ടൈം സേവ് ചെയ്തതിന്റെ
ടൈം സേവ് ചെയ്ത ഇത് 3 മണിക്കൂറല്ലേ ആള് സേവ് ചെയ്തേ, 3 × 0.50 പൈസ. ഇത് കാണുന്നതിന്റെ പകുതി എടുക്കുക, 1/2 ചെയ്യുക. നിങ്ങൾ പല രീതിയിൽ പഠിക്കുന്നുണ്ടാവും, പക്ഷെ എന്തായാലും അൾട്ടിമേറ്റ്ലി ഇത് തന്നെയാണ് ആൻസർ. ആരോ വേറെ എന്തോ ഇക്വേഷൻ പറഞ്ഞിരുന്നത്, ഇതേപോലെ തന്നെയല്ലേ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത്. ടൈം ടേക്കൺ ഇൻറ്റു റൈറ്റ് പ്ലസ് 1/2 ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. 1/2 ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇങ്ങനെ വരുന്നൊക്കെ ഉണ്ടാവും. എന്തെന്നായാലും അൾട്ടിമേറ്റ്ലി കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം ഒരാൾ എത്ര മണിക്കൂർ പണിയെടുത്തു, 7 മണിക്കൂറിൻ്റെതാണ് പറയാൻ എളുപ്പം, അതുകൊണ്ടാണ് പറയുന്നത്. 7 മണിക്കൂർ പണിയെടുത്തു, അതിന് 1 ഹവറിൽ വർക്ക് ചെയ്തതിന് 50 പൈസയാണ്. അത് എത്ര, 3 രൂപ അല്ലെ. 3 രൂപ തന്നെയല്ലേ വരിക, 3 അല്ല, എത്ര വരിക, 3.50 ആണോ? 3.50 എടുത്തോളൂ തൽക്കാലം, 3.50. ഓക്കെ, 3.50 പ്ലസ് ടൈം സേവ് ചെയ്ത് എത്ര മണിക്കൂറാ, 3 മണിക്കൂർ. 3 × 0.50 1.5 അല്ലെ, 1.5ന്റെ പകുതി 75 പൈസ, ആ രീതിയിൽ വരും. ഓക്കെ, ഞാനിതാ കാൽക്കുലേഷൻ എടുക്കുന്നുണ്ട്. ഇതാ ഇയാള് ടൈം സ്റ്റാൻഡേർഡ് അവർ എത്ര, ഇയാൾക്ക് 10, ഇയാൾക്കും 10, എല്ലാവർക്കും 10. ആക്ച്വൽ ടൈം എത്ര, 12, 10, 7. ഞാൻ മാക്സിമം ടേബിൾ ആക്കാറുണ്ട് ആൻസർ. നിങ്ങൾ ടേബിൾ ആക്കി തന്നെ എഴുതണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ ടേബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇക്വേഷൻ ഏറ്റവും മുകളിൽ കൊടുക്കുക, ശേഷം ഫൈനൽ ആൻസർ മാത്രം നോക്കി ആൻസർ കറക്റ്റ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കാതെ ആള് പോകും. അപ്പൊ ടേബിൾ ആയാൽ എക്സാമിനർ എന്ത് ചെയ്യും, കൂടുതൽ എക്സാമിനൊന്നും ഒരുപാട് തപ്പിയെടുക്കണ്ട. എക്സാമിനർ ആകെ ഇക്വേഷൻ നോക്കും, ഫൈനൽ ആൻസർ ഉണ്ടോ നോക്കും. ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിനർ തൃപ്തിയാണ്, ഫുൾ മാർക്ക് വരും. അപ്പൊ എക്സാമിനൊക്കെ നമ്മൾ പ്രസന്റേഷൻ കൊണ്ട് എന്ത് ചെയ്യണം, അയാളെ ജോലി എളുപ്പമാക്കി കൊടുക്കണം. എന്നാൽ സ്വാഭാവികമായിട്ടും അയാൾ ഫുൾ മാർക്ക് തരും. കാരണം അയാൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കുട്ടികളൊപ്പം അതുപോലെ ഭാര്യന്റെ ഒപ്പം സംസാരിച്ചിരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ മൊബൈലിൽ തോണ്ടാനുള്ളതാണ്. സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യണം, അയാളെ ഫ്രീ ആക്കി കൊടുക്കണം പെട്ടെന്ന്. അപ്പൊ അയാൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, അപ്പൊ അതിനു വേണ്ടി പ്രസന്റേഷൻ നന്നാക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. ഓക്കെ, ഇവിടെ ആക്ച്വൽ അവർ 12, ടൈം സേവ് ചെയ്തിനോ ഇല്ല, അപ്പൊ അയാൾക്ക് ബോണസ് ഇല്ല. അപ്പൊ 12 മണിക്കൂർ 1 ഹവറിന് 50 പൈസ, അങ്ങനെ 6 രൂപ. ബോണസ് ഉണ്ടോ, ബോണസ് ഇല്ല, 6 രൂപ തന്നെ ഉള്ളൂ. രണ്ടാമത്തെ ആള് 10 മണിക്കൂർ പണിയെടുത്തു, സ്റ്റാൻഡേർഡ് ടൈം 10 ആണ്, ആക്ച്വൽ ടൈമും 10 ആണ്, അയാൾക്കും എന്താ ടൈം സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തല്ല, 10 × 0.5 5 രൂപ, 5 രൂപയുള്ളൂ. ബോണസ് ഉണ്ടോ, ഇല്ല, 5 രൂപ മാത്രം. ഓക്കെ, മൂന്നാമത്തെ ആള് നോക്കുക, മൂന്നാമത്തെ ആള് ശ്രദ്ധിക്കുക. അയാളെ സ്റ്റാൻഡേർഡ് അവർ എത്രയാണ്, 10 ആണ്, പക്ഷെ അയാൾ ചെയ്തത് 7 മണിക്കൂറാണ്, ടൈം 3 മണിക്കൂർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7 രൂപയും 7 × 50 പൈസ വെച്ചിട്ടു അയാൾ വർക്ക് ചെയ്തതിന് 3 രൂപ 50 പൈസ. പിന്നെ അയാൾ എത്രയാണോ ടൈം സേവ് ചെയ്തത്, 3 മണിക്കൂർ, 3 മണിക്കൂറിന് 50 പൈസ വെച്ചിട്ട് കിട്ടുമ്പോൾ 1.5 കിട്ടും. പക്ഷെ 1.5 കിട്ടൂല, ടൈം സേവ് ചെയ്തതിന്റെ പകുതിയെ കിട്ടുള്ളൂ, 0.75. ഈ 3.5 0.75 കൂട്ടിയിട്ട് 4.25. ഓക്കെ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, പോവാണ്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ ഇനി പ്രോബ്ലംസ് കഴിഞ്ഞു കേട്ടോ. പ്രോബ്ലംസ് പിന്നെ അതിന് ശേഷം ഇവിടെ ചോദിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി തിയറിയിലേക്ക് പോകാം. ഇതില് ചോദിച്ച കാര്യങ്ങൾ ഒന്ന്, മസ്റ്റർ റോൾ മെത്തേഡ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ബുക്കിൽ ഞാൻ എവിടെയും നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. മസ്റ്റർ റോൾ എന്താ, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മസ്റ്റർ റോള് അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ വർക്കിനെ കാൽക്കുലേറ്റ് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന, അവരുടെ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അവര് മസ്റോൾ എന്നാ പറയാം. നമ്മോട് വന്ന് സംസാരിക്കുമ്പോൾ മസ്റോള് എൻ്റർ ചെയ്താലേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. നമ്മൾ മസ്റ്റർ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. മസ്റ്റർ റോൾ ഇസ് എ മെത്തേഡ് ഓഫ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വേർ ദ അറ്റൻഡൻസ് ആൻഡ് വർക്ക് ഡീറ്റെയിൽസ് ഓഫ് എ കാഷ്വൽ ഓർ ഡെയിലി വേജ് ലേബേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ എ രജിസ്റ്റർ കോൾഡ് മസ്റ്റർ റോൾ. അവരുടെ അറ്റൻഡൻസും വർക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ബുക്ക് രജിസ്റ്റർ ഉണ്ട്.
അതിലാണ് കീപ്പ് ചെയ്യുക. അതിന്റെ പേരാണ് എന്ത്? മസ്റ്റർ റോൾ. വിച്ച് സെർവ് ആസ് എ ബേസിസ് ഫോർ കമ്പ്യൂട്ടിംഗ് ദെയർ വേജസ് ആൻഡ് ടോട്ടൽ ലേബർ കോസ്റ്റ്. ഓരോ വേജസും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ബേസിസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ മസ്റ്റർ റോൾ എന്താ? സെമി സ്കിൽഡും അല്ലെങ്കിൽ ഡെയിലി വേജ് ലേബേഴ്സിന്റെയും കാഷ്വൽ വർക്കേഴ്സിന്റെ ഒക്കെ വർക്ക് ഡീറ്റെയിൽ, അറ്റൻഡൻസ്, മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു എന്താണ് രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മസ്റ്റർ റോൾ ഓക്കെ? മസ്റ്റർ റോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താന്നുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അയാളുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഇത് ആരോടാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇത് റിട്ടൺ ഡോക്യുമെന്റ്, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഡ്യൂട്ടീസ്, എന്തൊക്കെ പറയുന്നുണ്ട്? ഡ്യൂട്ടി പറയുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്, റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് അസോസിയേറ്റഡ് വിത്ത് ദ സ്പെസിഫിക് ജോബ് പൊസിഷൻ, ആ ജോബ് പൊസിഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആരായിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷനുള്ളിൽ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത് പറയുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അതിൽ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷനിലെ ഏത് ആളായിട്ടാണ്, ഏത് പൊസിഷനിലുള്ള ആളായിട്ടാണ് കമ്മ്യൂണിക്കേഷൻസ്, റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടത്, ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് ഐഡിൽ ടൈം. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ എംപ്ലോയർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ടൈമിനാണ് ഐഡിൽ ടൈം എന്ന് പറയാം. അതായത് ഒരാൾ ഫാക്ടറിയിൽ, ഇതൊക്കെ ഐഡിൽ ടൈമിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ റീസൺ എന്താ, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ. ഐഡിൽ ടൈം എന്താണ്? ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരാൾ ഫാക്ടറിനുള്ളിൽ 10 മണിക്കൂറുണ്ട്, പക്ഷെ അയാൾ മറ്റു ചില പല കാരണങ്ങളാൽ അയാൾ ആകെ വർക്ക് ചെയ്തത് 7 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ഇതിൽ 3 മണിക്കൂർ അയാൾ വർക്ക് ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. ഈ 3 മണിക്കൂറിനാണ് ഐഡിൽ ടൈം എന്ന് പറയാം. അപ്പൊ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിൽ ടൈം റെഫേഴ്സ് ടു എമൗണ്ട് ഓഫ് ടൈം എന്ന് മനസ്സിലാക്കുക, ഫോർ വിച്ച് വർക്കർ ഓർ മെഷീൻ ആർ പെയ്ഡ്, അതിന് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ബട്ട് നോട്ട് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്റ്റീവ് വർക്ക് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ ഓർ അവോയ്ഡബിൾ റീസൺ. എന്തെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതോ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതോ ആയ റീസൺ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അത്ര ടൈമിനെയാണ് ഐഡിൽ ടൈം എന്ന് പറഞ്ഞത്. അപ്പൊ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നെന്താണ്? അയാൾക്ക് അതിന് പൈസ കൊടുക്കുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്, എന്നാൽ അയാൾ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അത്തരം ടൈമിനെയാണ് എന്ത് പറയുന്നത്? ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ട്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് സാലറിക്ക് പുറമെ കൊടുക്കുന്ന അമ്യൂണിറ്റി പോലത്തെ സംവിധാനങ്ങളെയാണ് എന്ത് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ് ആർ അഡീഷണൽ ബെനിഫിറ്റ് പ്രൊവൈഡഡ് ടു എംപ്ലോയി ഓവർ ആൻഡ് അബവ് റെഗുലർ വേജസ് ഓർ സാലറിക്ക് പുറമെ കൊടുക്കുന്നതാണ്. അവരുടെ വെൽബീയിങ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിക്കൽ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഫുഡ് കൊടുക്കുന്ന ഇത്തരം സാധനങ്ങളൊക്കെ പെർക്വിസിറ്റ്സ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിൽ. ഇനി കാഷ്വൽ വർക്കേഴ്സ് ആരാണ്? കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടോ ഇറഗുലർ ബേസിസ്, എപ്പോഴും വർക്കില്ല, അങ്ങനത്തെ ആളുകളെ ആണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയാം. കാഷ്വൽ വർക്കേഴ്സ് ആർ എംപ്ലോയീസ് ആണ് who are engaged on a temporary or irregular basis, usually to meet short term or seasonal work demand. അതായത് നമ്മൾ ഒരു ഐസ്ക്രീമിന്റെ കമ്പനിയാണ് കരുതുക. ഈ ഐസ്ക്രീമിന്റെ കമ്പനിയിൽ സാധാരണ ഫുൾ ടൈം എൻഗേജ് ആകുന്ന കുറച്ച് എംപ്ലോയീസ് ഉണ്ടാവും. പക്ഷേ ഐസ്ക്രീം നല്ല സീസണായി വരുന്ന ചൂടുകാല സമയത്ത് ചില ആളുകൾ പിന്നെ തണുപ്പ് കാലത്ത് ഐസിന്റെ അവിടെ പോയിട്ട് എന്താണ് ഐസ്ക്രീം തിന്നുന്ന പിരാന്തന്മാരൊക്കെ ഉണ്ട്. അവരൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ചൂട് കാലത്ത് ഐസ്ക്രീം നല്ല സീസൺ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? നല്ല സീസണൽ ഡിമാൻഡുകൾ വരും. ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചും കൂടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്കേഴ്സിന് അവരെന്ത് ചെയ്യും? ടെമ്പററി ബേസിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും സ്ഥാപനത്തില്. അങ്ങനെ റെഗുലർ ആയിട്ട് അവർ വരുമോ? ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഉണ്ടാകുമ്പോൾ വിളിക്കും. അങ്ങനത്തെ ആളുകളാണ് നമ്മൾ കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് ടൈം അല്ലെങ്കിൽ സീസണൽ വർക്ക് ഡിമാൻഡ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്
അവർക്ക് എനി ഗ്യാരണ്ടി, അവർക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല ഓഫ് കണ്ടിന്യൂഡ് എംപ്ലോയ്മെന്റ്. അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ചെന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഫുൾ ടൈം വർക്ക് ഉണ്ടാവില്ല, അവർക്ക് നമ്മൾ വിളിക്കുമ്പോൾ ചെന്ന് വർക്ക് ചെയ്ത് പോരാ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഇതിനെയാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സാധാരണ അംബ്രല്ല മാനുഫാക്ചറിങ് കമ്പനികളുടെ, അതുപോലെ തന്നെ ഐസ്ക്രീം, ഇങ്ങനെയൊക്കെ സീസണൽ ഡിമാൻഡുകൾ ഉള്ളിടത്താണ് അത് വരിക. വാട്ട് ഈസ് ടൈം കീപ്പിംഗ്? ഇത് ടെക്സ്റ്റൈൽസിനും ഒരു പരിധി വരെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓണം ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈദിന്റെ സമയത്ത്, വിഷുവിന്റെ സമയത്തൊക്കെ കുറച്ചധികം ആളെടുക്കും, അത് കഴിഞ്ഞ് അവരെ പറഞ്ഞേക്കും. കാഷ്വൽ വർക്കേഴ്സ് ആണ്, കാഷ്വൽ വർക്കേഴ്സ് ആണ്. ഇനി ടൈം കീപ്പിംഗ്, ടൈം ബുക്കിംഗ്, ഓവർ ടൈം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും ഡിഫറൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഡിഫറൻസ് എന്നല്ല, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. നോക്കുക, ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ഫാക്ടറി കയറുമ്പം അയാൾ അറ്റൻഡൻസ്, അയാൾ തിരിച്ചു പോകുമ്പം അറ്റൻഡൻസ് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് അറ്റൻഡൻസ് ആൻഡ് വർക്കിംഗ് അവേഴ്സ് ഓഫ് എംപ്ലോയി ടു എൻഷുർ അക്യുറേറ്റ് കാൽക്കുലേഷൻ ഓഫ് വേജസ് ആൻഡ് മോണിറ്ററിംഗ് ലേബർ എഫിഷ്യൻസി മോണിറ്റർ ചെയ്യാനും വേജ് അക്യുറേറ്റ് ആയി വേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് വരുന്ന ടൈമും പോകുന്ന ടൈമും ഒക്കെ കീപ്പ് ചെയ്യുന്നതിനാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ടൈം ബുക്കിംഗ് എന്താണെന്ന് സംശയം ഉണ്ടാവും. അതൊക്കെ നമ്മൾ സെക്ഷൻ സിയിൽ വേറെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം എന്താണ്? ഇത് രണ്ടുമുള്ള ഡിഫറൻസും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ സിയിൽ ഒരു ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ടൈം കീപ്പിംഗ്, ടൈം ബുക്കിംഗ് കൂടെ ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ, ഓവർ ടൈം എന്താടാ? ഒരു നോർമൽ വർക്ക് ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് അവേഴ്സ്. നോർമൽ വർക്കിംഗ് അവേഴ്സിന് എക്സ്ട്രാ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓവർ ടൈം എന്നൊക്കെ പറയാം. ഇതൊക്കെ മലയാളത്തിൽ അറിയുന്ന കാര്യമല്ലേ. ഓവർ ടൈം റെഫേഴ്സ് ടു ടൈം വർക്ക്ഡ് ബൈ ആൻ എംപ്ലോയി. പിന്നെ ഞാൻ വീണ്ടും ഇത് പറയുന്നത്, എക്സാമിന് പല ആളുകളും മലയാളത്തിൽ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ അടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മലയാളം ഇല്ലടാ, ബികോമിന് മലയാളത്തിൽ എഴുതാൻ പറ്റൂല. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. റെഗുലർലി നമ്മൾ നല്ലപോലെ പറയാറുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കൺവേ ചെയ്യാതെ പോയോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പോ നിങ്ങൾ ഹാൾ ടിക്കറ്റിലൊക്കെ അത് ഉണ്ടോ എന്ന് അറിയില്ല. ആദ്യമൊക്കെ ഹാൾ ടിക്കറ്റിലും കൊടുക്കാറുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ. അത് മറക്കരുത്, മലയാളത്തിൽ എഴുതാൻ പറ്റൂല. ഓവർ ടൈം റെഫേഴ്സ് ടു ടൈം വർക്ക്ഡ് ബൈ ആൻ എംപ്ലോയി. എംപ്ലോയി വർക്ക് ചെയ്തിട്ടുള്ള ടൈമാണ് ബിയോണ്ട് നോർമൽ വർക്കിംഗ് അവേഴ്സ്. നോർമൽ വർക്കിംഗ് അവേഴ്സ് 9 അവർ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇന്ന് 12 മണിക്കൂർ വർക്ക് ചെയ്തിന്, ഈ എക്സ്ട്രാ ഉള്ള 3 മണിക്കൂറിനാണ് എന്ത് പറയുന്നത് ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞത്. ഫോർ വിച്ച് ദേ ആർ പെയ്ഡ് അറ്റ് ഹയർ റേറ്റ് ആസ് പെർ കമ്പനി പോളിസി ഓർ ലേബർ ലോ. കമ്പനീന്റെ പോളിസി അനുസരിച്ചോ ലേബർ ലോ പ്രകാരം ഹയർ റേറ്റ് കൊടുക്കും. നമ്മുടെ ഫാക്ടറി ആക്ട് പ്രകാരം നോർമൽ റേറ്റിലുള്ളതിന്റെ ഡബിൾ കൊടുക്കണം എന്നാണ്. നോർമലി ഒരു അവറിന് 50 രൂപയാണെങ്കിൽ ഓവർ ടൈമിന് 100 രൂപ കൊടുക്കണം. ഓക്കെ, ഇനി ഓക്കെ അല്ലേ? ഞാൻ എങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി സെക്ഷൻ സി, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നല്ലപോലെ നോക്കുക. പിന്നെ ഞാൻ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഐഡിൽ ടൈം, അത് ലാസ്റ്റ് നമ്മളെ വീഡിയോയിൽ അതുണ്ടാവും. ഐഡിൽ ടൈമും അതുപോലെ തന്നെ ഐഡിൽ ടൈമിന്റെ റീസൺസ് ഒക്കെ പറയുന്ന ഈ സാധനങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോയിൽ കണ്ടുവന്ന് ഉറപ്പുവരുത്തുക. അത് വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട്, അതിനായിട്ടൊരു വീഡിയോ തന്നെ ഉണ്ട് അല്ലേ, അതിനായിട്ടൊരു വീഡിയോ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അതൊന്ന് കാണുക. അത് ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ ഐഡിൽ ടൈം ഉണ്ട്, അബ്നോർമൽ ഐഡിൽ ടൈം ഉണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിലക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഐഡിൽ ടൈം ആണ്. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ പോലെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള കെയർ കൊടുത്തിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്നോർമൽ ഐഡിൽ ടൈം എന്നൊക്കെ പറയുന്നത്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, അവസാന വീഡിയോയിൽ ഒന്ന് കാണും. ഓക്കെ, വാട്ട് ഈസ് ലേബർ കോസ്റ്റ് കൺട്രോൾ? ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണ്? വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ? ഈ ഒരു ക്വസ്റ്റ്യനും വേറെ ടൈം കീപ്പിംഗിന്റെ മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ എസ്സേയിൽ. ഓക്കെ, നോക്കാം. ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോസസ്, അതൊരു പ്രോസസ് ആണ് ഓഫ് പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ലേബർ എക്സ്പെൻസസ് ടു എൻഷുർ ദാറ്റ് വർക്ക് ഫോഴ്സ് കോസ്റ്റ് ആർ വിത്തിൻ ബജറ്റ് വൈൽ മെയിൻറ്റെയിനിങ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വർക്ക് കോസ്റ്റ് മാക്സിമം കുറവ് വരുത്തുക. അങ്ങനെ
അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇതിനാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ കോസ്റ്റ് കൺട്രോൾ റെഫേഴ്സ് ടു ദ പ്രോസസ്, അതൊരു പ്രോസസ് ആണ് ഓഫ് പ്ലാനിങ് ചെയ്യുന്ന, മോണിറ്ററിങ് ചെയ്യുന്ന, ആൻഡ് റെഗുലേറ്റിംഗ്. നമ്മൾ ഇത് ഉണ്ടാക്കുമല്ലോ, കമ്പനിന്റെ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുമല്ലോ, ലേബർ എക്സ്പെൻസസ് ടു എൻഷുർ ദാറ്റ്. അങ്ങനെ ചെയ്യുന്ന എന്തിനാണ്? ടു എൻഷുർ ദാറ്റ്, എന്ത് ഉറപ്പുവരുത്താന്? വർക്ക് ഫോഴ്സ് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് എന്നുള്ളത് ഇനി ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് എന്നാക്കി. ലേബർ കോസ്റ്റ് ആർ കെപ്റ്റ് വിത്തിൻ ബജറ്റ്. നമ്മളൊരു ബജറ്റ് വെച്ചിട്ടുണ്ടാവും, ആ ബജറ്റിനുള്ളിൽ നിർത്താൻ അല്ലെങ്കിൽ മിനിമത്തിലാക്കാൻ വേണ്ടി. വൈൽ മെയിൻറ്റെയിനിങ്, അതേസമയം എന്ത് ചെയ്യണം? മെയിൻറ്റെയിനിങ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച എന്താണോ നമ്മൾ ബജറ്റ് ചെയ്തത്, ആ ബജറ്റ് ചെയ്തതിനുള്ളിൽ ലേബർ കോസ്റ്റ് നിർത്തിക്കൊണ്ട് ലേബർ എക്സ്പെൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന, പ്ലാനിങ് നടത്തുന്ന പ്രോസസ്സാണ്. ഒന്നുമില്ല, ലേബർ കോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് എന്ത് ചെയ്യണം? കുറഞ്ഞ പൈസക്ക് എഫിഷ്യന്റ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും ആളുകളെ കൊണ്ട് വർക്ക് എടുപ്പിക്കണം. അതിന് നമ്മൾ പ്ലാനിങ്ങും മോണിറ്ററിങ്ങും റെഗുലേറ്റിങ്ങും നടത്തുന്നുണ്ട്. അത് നടത്തുന്ന പ്രോസസ്സിനെയാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ ലേബർ കോസ്റ്റ് കൺട്രോളിന്റെ ഉദ്ദേശം എന്താണ്? ലേബർ അവേഴ്സിന്റെ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും, ഐഡിൽ ടൈം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഓവർ ടൈം അനിവാര്യമില്ലാതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഫെയർ വേജസ് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ ലേബർ കോസ്റ്റിനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അലോക്കേഷൻ എന്താന്നുള്ളതൊക്കെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. എങ്ങനെ? നല്ല രീതിയിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റീവ് ആവും, അതുപോലെ തന്നെ പ്രോഫിറ്റബിളും ആവും. എംപ്ലോയീസിനെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്താൽ അവർ പ്രൊഡക്റ്റീവ് ആവൂലേ? നല്ല രീതിയിൽ മോണിറ്റർ ചെയ്താൽ പ്രൊഡക്റ്റീവ് ആവും, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയൂലേ? അപ്പൊ പ്രോഫിറ്റബിൾ ആവൂലേ? അതൊക്കെ തന്നെയാണ് ലേബർ കോസ്റ്റ് കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒന്നാമത്തത് ലേബർ അവർ വേജസിന്റെ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. ഐഡിൽ ടൈം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓവർ ടൈം, വെറുതെ എടുക്കുന്ന ഓവർ ടൈം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫെയർ വേജസ് എല്ലാവർക്കും ഉറപ്പുവരുത്താൻ പറ്റും. പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ലേബർ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും കൂട്ടാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ലേബർ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക്? ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും ആണ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വരുന്ന ടൈം അറ്റൻഡൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനാണ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിന് എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഇങ്ങനെ ഓരോ നമ്മുടെ വർക്കിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് മോഷൻ സ്റ്റഡി എന്നൊക്കെ പറയും. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് വർക്ക് ചെയ്യുമ്പോൾ അയാൾ അനാവശ്യമായിട്ട് വെറുതെ ചലനങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു മെഷീൻ വെച്ചിട്ട് അയാൾ മോഷൻ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആ മോഷൻ സ്റ്റഡിയിൽ അനാവശ്യമായിട്ടുള്ള അയാളുടെ സ്റ്റെപ്പുകൾ ഒഴിവാക്കിയാൽ കൂടുതൽ അയാളെ വർക്ക് എന്ത് കിട്ടും? ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മെഷീൻ വെച്ചിട്ട് അയാളെ മുഴുവൻ നിരീക്ഷിച്ചിട്ട് ഇന്നയും സ്റ്റെപ്പുകൾ നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മെത്തേഡ് ഓഫ് വർക്കിനെ കൃത്യമായിട്ട് പഠിക്കുകയാണ്. മെത്തേഡ് സ്റ്റഡി ആൻഡ് എന്ത് മെത്തേഡാണ്? അതുപോലെ തന്നെ ടൈം സ്റ്റഡി ടു ഇംപ്രൂവ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഏത് രീതിയാണ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്, ആ മെത്തേഡ്, അതുപോലെ തന്നെ ടൈം, മറ്റു കാര്യങ്ങൾ, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വർക്കിനെ കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് മറ്റൊരു കണ്ടത്. പിന്നെ ജോബിന് ഇവാലുവേഷൻ നടത്തുക, അതുപോലെ തന്നെ എന്നിട്ട് മെറിറ്റ് റേറ്റിംഗ് കൊടുക്കുക. എംപ്ലോയീസിന്റെ വർക്കിനൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസിന് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഇവാലുവേഷൻ നടത്തി അതിന് മെറിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നല്ല എംപ്ലോയി, ഗുഡ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ട് എംപ്ലോയീസിനെ എടുക്കൂലേ? ഓക്കെ. ഡിറ്റർമിനിങ് ഫെയർ വേജസ് ആൻഡ് അസസിങ് വർക്കേഴ്സ് പെർഫോമൻസ്, നല്ല ഫെയർ വേജസ് ഡിറ്റർമിൻ ചെയ്യുക, അതുപോലെ അസസിങ് വർക്കേഴ്സ് പെർഫോമൻസിന്റെ വേജസ് എന്ത് ചെയ്യുക? വർക്കേഴ്സിന്റെ പെർഫോമൻസ് അസസ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ലേബർ ബജറ്റിംഗ് മറ്റൊരു ടെക്നിക്കാണ്. എന്താ നമ്മൾ പറയുന്നത്? ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കാണ് ലേബർ ബജറ്റിംഗ്. അതായത് ലേബർ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ബജറ്റ് ചെയ്യുക. അത് എന്താണ്? ലേബർ കൺട്രോളിന്റെ ഒരു ഭാഗമാണ്. എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ലേബർ നീഡ്സ് ആൻഡ് കോസ്റ്റ്, അത് ലേബർ കോസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു ബജറ്റ് വെച്ചിട്ടുണ്ടാവും, ആ ബജറ്റ് ആക്ച്വൽ കോസ്റ്റും നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുക, എന്നിട്ട് വേരിയൻസസ് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക.
ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും, ആക്ച്വൽ കോസ്റ്റ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്ര ചെലവ് വന്നു, എന്നാൽ അത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എത്ര കോസ്റ്റ് ചെലവ് വരും, എത്ര കോസ്റ്റ് വരും, അത് കമ്പയർ ചെയ്യുന്നതിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പിന്നെ കോസ്റ്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന ലേബർ കോസ്റ്റ് കൺട്രോളിന് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. പിന്നെ ഇൻസെന്റീവ് സ്കീം, നല്ല ഇൻസെന്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ബോണസും മറ്റു കാര്യങ്ങളൊക്കെ കമ്മീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസ് മോട്ടിവേറ്റ് ആവും. അങ്ങനെ മോട്ടിവേറ്റ് ആകുമ്പോൾ അവർ കുറഞ്ഞ ടൈമിനും നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റിയും കൂട്ടും. അപ്പൊ അത്തരം കാര്യങ്ങളും ലേബർ കൺട്രോളിന്റെ എന്താണ് ബെനിഫിറ്റ് ആണ്. പിന്നെ ഐഡിൽ ടൈമും ഓവർ ടൈമും ഒക്കെ അവോയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോൺ പ്രൊഡക്റ്റീവ് അവേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അതും എന്താണ് ലേബർ കൺട്രോളിന്റെ ഒരു ടെക്നിക്കാണ്, ഐഡിൽ ടൈമിനെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊരു എന്താണ്, നല്ല ട്രെയിനിങ് കൊടുക്കുക, പ്രോപ്പർ സൂപ്പർവിഷൻ നടത്തുക. ഇതും എന്താണ് ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള വ്യത്യസ്ത ടെക്നിക്കാണ്. ഒന്ന് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും നടത്തുക. ഒരു ഓഫീസിൽ വരുന്ന സമയത്ത് ടൈം കാര്യങ്ങളൊന്നും എഴുതുന്നില്ലെങ്കിൽ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ വരും. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ ടൈം കീപ്പിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് കൺട്രോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വർക്കിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അയാൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മെത്തേഡ്, അയാളെ ടൈമിനെ കൃത്യമായിട്ട് സ്റ്റഡി നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ എഫിഷ്യൻസി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ഇവാലുവേഷൻ നടത്താൻ വേണ്ടി മെറിറ്റ് റേറ്റിംഗ് കൊടുക്കുക. അതൊക്കെ അതിനനുസരിച്ച് വർക്കേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബർ കോസ്റ്റിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല ബജറ്റിംഗ് കൊടുക്കുക, ഫ്യൂച്ചർ കോസ്റ്റ് എത്രയെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബജറ്റിംഗ് നടത്തുക. അതൊക്കെ നമ്മുടെ ലേബർ കോസ്റ്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യാം. ബജറ്റഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തൽക്കാലം ബജറ്റഡ് കോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ ബജറ്റഡ് കോസ്റ്റ് അല്ല, ബജറ്റഡിന്റെ തന്നെ മറ്റൊരു വേർഷനാണ്. ബജറ്റഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേരിയൻസ് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ റീസൺസ് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് മറ്റു കാര്യങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവരാം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലേബർ കൺട്രോളിന്റെ ഒരു ഘടകമാണ്. പിന്നെ ഇൻസെന്റീവ് കൊടുക്കുക. നല്ല ഇൻസെന്റീവ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. മറ്റത് നല്ല ഇൻസെന്റീവ് കൊടുക്കുന്നില്ലെങ്കിൽ എന്തായാലും ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എയർ ഒന്നും കിട്ടൂല. പിന്നെ ഞാൻ എന്തിനാ റിസ്ക് എടുക്കണമെന്ന് ചിന്തിക്കും. അപ്പൊ അത് നമുക്ക് അധിക കോസ്റ്റ് കൂട്ടാനാ സാധ്യത. പിന്നെ ഐഡിൽ ടൈമും ഓവർ ടൈമും ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതും ഒരു ലേബർ കോസ്റ്റ് കൺട്രോളിന്റെ ഭാഗമാണ്. പിന്നെ നല്ല രീതിയിൽ സൂപ്പർവിഷനും ട്രെയിനിങ്ങും കൊടുക്കുക. നല്ല ട്രെയിനിങ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആവും. അതുപോലെ തന്നെ സൂപ്പർവിഷൻ കൊടുക്കണം. സൂപ്പർവിഷൻ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കേഴ്സ് മടിയന്മാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കി അവരെ അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് എഫക്റ്റീവ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതെന്താണ്, HR പണിയാണ്. റിക്രൂട്ട്മെന്റിൽ നല്ലപോലെ ശ്രദ്ധിക്കുക, എംപ്ലോയീസിന്റെ വെൽഫെയറിൽ നോക്കുക, പിന്നെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, മൊറയിൽ, സ്റ്റാൻഡേർഡ്, എത്തിക്സ്, ഇത്തരം സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക. അതൊക്കെയാണ് എഫക്റ്റീവ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്, നല്ല മൊറയിൽ ഉണ്ടെങ്കിൽ ആ എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യും, വെറുതെ ഉടായ്പ പറ്റൂല. അപ്പൊ റിക്രൂട്ട്മെന്റ് സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഏത് നല്ല എംപ്ലോയി ആണോ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഫോക്കസ് ചെയ്യണം. റിക്രൂട്ട്മെന്റ് മോശമായി നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും നല്ല എംപ്ലോയീസിനെ കിട്ടൂല. അപ്പൊ അതൊക്കെ ലേബർ കോസ്റ്റ് കൺട്രോളിൽ വേണ്ട വ്യത്യസ്ത എന്താണ് മെഷേഴ്സ് ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് ജനറലി കൊടുക്കാൻ പറ്റുന്ന, അല്ലാതെ ജനറൽ ചോദ്യങ്ങളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ടെക്സ്റ്റിലൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത്തരം സാധനങ്ങളൊന്നും കാണൂല. ഇനി ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും എന്താന്ന് ചോദിക്കുന്നുണ്ട്. ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഇനി ഡിസ്കസ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട് മെത്തേഡ്സ് പറഞ്ഞിട്ടില്ലേ? ജോബ് കാർഡ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡിസ്ക് മെത്തേഡ് അല്ലെങ്കിൽ ടോക്കൺ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോയിലിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരുന്നു? ഒന്ന് പറഞ്ഞേ, നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത്. ടൈം കീപ്പിങ്ങിന്റെയും ടൈം ബുക്കിങ്ങിന്റെയും നോക്കാം. വീഡിയോ കേൾക്കണം എന്ന് പറയുന്നതിനാണ് ഞാൻ എന്തായാലും കാര്യങ്ങൾ പറയുന്നത്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് അറ്റൻഡൻസ് ആൻഡ് വർക്കിംഗ് അവേഴ്സ് ഓഫ് ആൻ എംപ്ലോയി ഇൻ ദ ഫാക്ടറി ഓർ വർക്ക് പ്ലേസ്. ഇറ്റ് എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ പെയ്ഡ് കറക്റ്റ്ലി ആൻഡ് ഫോർ ടൈം ദേ ഹാവ് വർക്ക്ഡ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ടൈം കീപ്പിംഗിൽ ചെയ്യുന്ന എംപ്ലോയീസ് പ്രസന്റ് അറൈവലും ഡിപ്പാർച്ചറും നമ്മൾ കീപ്പ് ചെയ്യാണ്. ആബ്സെന്റീസും ഡിസിപ്ലിനും നമുക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താൻ പറ്റും. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് വരുന്ന സമയത്തും പോകുന്ന സമയത്തും അവരുടെ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ടൈം റെക്കോർഡ് ചെയ്യുന്നതിന് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി
ഇൻവോൾവ് ആകുന്ന ഒരു എംപ്ലോയി ഒരു ഫാക്ടറിയിൽ ടൈം ബുക്ക് കീപ്പിംഗ് പ്രകാരം 10 അവർ പണിയെടുത്തിട്ടുണ്ടാവും. ഫാക്ടറിയിൽ ഉണ്ടാവും. ഈ ഫാക്ടറിയിൽ ഒരു 3 അവർ ജോബ് എക്ക് വേണ്ടി നിന്നിട്ടുണ്ടാവും, ഒരു 3 അവർ ജോബ് ബിക്ക് തന്നിട്ടുണ്ടാവും, മറ്റൊരു 2 അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, 2 അവർ ജോബ് സിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓരോ ജോബിനും എത്ര ടൈം അയാൾ സ്പെൻഡ് ചെയ്തു എന്ന് സെപ്പറേറ്റ് കാണിക്കുന്നതാണ് ടൈം ബുക്കിംഗ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എക്സാക്ട് ടൈം സ്പെൻഡ് ബൈ വർക്കർ ഓൺ എ സ്പെസിഫിക് ജോബ് ഒരു ടാസ്ക്. ഒരു ടാസ്കിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ വർക്ക് ഇതിനുള്ളിൽ കയറിയതിനു ശേഷം ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോബിന് അയാൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് അയാൾ എത്ര ടൈം വർക്ക് ചെയ്തു എന്ന് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? ടു അലോക്കേറ്റ് ലേബർ കോസ്റ്റ് ടു ഡിഫറെന്റ് ജോബ് ഓർ പ്രൊഡക്ഷൻ ഓർഡേഴ്സ്. ഒരാൾ തന്നെ 3-4 വർക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിന്നിട്ടുണ്ടാവും. അപ്പൊ ഓരോ നിലയ്ക്കും അയാളുടെ ലേബർ കോസ്റ്റ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈം ബുക്കിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇതെന്താണ്? ഫോക്കസ് ഓൺ ഹൗ മച്ച് ടൈം, എത്ര ടൈം ഈസ് സ്പെൻഡ് ഫോർ ഈച്ച് ടാസ്ക് ഓർ ജോബ്. ഓരോ ടാസ്കിനും എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ടൈം ബുക്കിംഗിൽ ചെയ്യുന്നത്. ഇത് ഇവിടെ ഫോക്കസ് എന്താണ്? എംപ്ലോയിന്റെ പ്രസന്റ് ആണ്. എപ്പോഴാണ് പ്രസന്റ് ആയത്, എപ്പോഴാണ് പോയത്, അപ്പൊ ഏതൊക്കെ ടൈം ഓഫീസിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ഫോർ ജോബ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ജോബ് കോസ്റ്റിങ്ങിനും കോസ്റ്റ് കൺട്രോളിനും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? രണ്ടും ഉണ്ട്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ബുക്കിംഗ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡ് അറ്റൻഡൻസ് ആൻഡ് ടോട്ടൽ അവേഴ്സ് വർക്ക്ഡ്. ഇവിടെ എന്താ? ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ടൈം സ്പെൻഡ് ഓൺ ഈച്ച് ജോബ്, ഓൺ ഈച്ച് സ്പെസിഫിക് ജോബ്. ഓരോ ജോബിന് എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ടൈം ബുക്കിംഗിൽ വരുന്നത്. ഇവിടെ വേജസ് ഇത്തരം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യൽ എന്തിന്റെ പേരിലാണ്? ടൈം കീപ്പിംഗ് വെച്ചിട്ട് ആ വേജസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ലേബർ കോസ്റ്റിന് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ബുക്കിംഗ് നടത്തുന്നത്. ഡാറ്റ റെക്കോർഡിംഗ്, ഇവിടെ അറൈവലും ഡിപ്പാർച്ചർ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ എത്ര ടൈം ഓരോ ജോബിലും സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് എല്ലാ എംപ്ലോയീസിനും ഉണ്ട്. ഇതാകെ കാര്യമായിട്ട് ആർക്കുണ്ടാവുക? ജോബ് വർക്കേഴ്സിന്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കൂ. മറ്റത് എല്ലാ ഫാക്ടറിയിൽ വരുന്ന എല്ലാ എംപ്ലോയീസിനും ഉപയോഗിക്കും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ചെറിയ ഡിഫറൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നല്ലപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ടൈം കീപ്പിങ്ങിന്റെ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തതാണ്, നിങ്ങൾ കമന്റ് ചെയ്തിട്ടില്ല. ഒന്ന് ഞാൻ ജസ്റ്റ് ഇത് പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്ലാസ് തന്നെ എടുക്കുക. 8 മണിക്ക് നമ്മുടെ എന്താണ് ഇന്ന് നിങ്ങൾക്ക് ക്യൂട്ടിയുടെ ക്ലാസ് ഇല്ലേ? ഇല്ല സർ, നമുക്ക് 2 ഓക്കെ. മാനുവൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ 2 മാനുവൽ മെത്തേഡാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ മെത്തേഡ് 3 തന്നിട്ടുണ്ട്. നോക്കുക, 4 മെക്കാനിക്കൽ മെത്തേഡ് തന്നിട്ടുണ്ട്, 2 മാനുവൽ മെത്തേഡ് തന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ടേബിൾ ആക്കിയത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മെത്തേഡ്സ് നോക്കുക. മെത്തേഡ്സ് ടൈം കീപ്പിങ്ങിനും ടൈം ബുക്കിങ്ങിനും വ്യത്യസ്ത മെത്തേഡാണ്. എന്താണ് മെത്തേഡ്സ്? ടൈം കീപ്പിങ്ങിന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് മാനുവൽ മെത്തേഡാണ്, രണ്ടാമത്തത് മെക്കാനിക്കൽ മെത്തേഡാണ്. മാനുവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെന്തോ ചെയ്യുന്നതാണ്, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ മെഷീന്റെ സഹായത്തോട് കൂടെ ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് ഏതൊക്കെ നോക്കാം, എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ. അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസ് വന്നിട്ട് ഒരു അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും അവിടെ സൈൻ ചെയ്ത് വെക്കുക ഒരു ലോഗ് ബുക്കിൽ. അത് എന്താണ്? മാനുവലി ചെയ്യുന്നല്ലേ. Employees manually record their arrival and departure time by signing a register or logbook. Usually supervisor or clerk verify entries daily. എന്ത് ചെയ്യും? സൂപ്പർവൈസറോ ക്ലർക്കോ അതെന്ത് ചെയ്യും. അഡ്വാൻറ്റേജ് എന്താ? സിമ്പിൾ ടു ഇംപ്ലിമെന്റ്, ലോ കോസ്റ്റ് ആണ്, നോ സ്പെഷ്യൽ എക്യുപ്മെന്റ് ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? ഒരു ബുക്കും പേപ്പറും എടുത്ത് വെച്ചാൽ അതിലങ്ങനെ എഴുതിക്കോളും. അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ അല്ലേ ഓരോ ഓഫീസിലൊക്കെ ഉള്ള ആ സംവിധാനം. ഡിസഡ്വാൻറ്റേജ് എന്താണ്? എററിന് നല്ല ചാൻസ് ഉണ്ട്, ഫാൾസ് എൻട്രീസ് വരും, മാനിപ്പുലേഷൻ നല്ലപോലെ നടക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഓരോരുത്തർ വന്ന് ഇങ്ങനെ എഴുതി ഉണ്ടാക്കണം. മറ്റേത് പഞ്ച് ചെയ്ത് അങ്ങനെ പോയാൽ മതി, അവിടെ പണിയില്ല. ഓക്കെ, അപ്പൊ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുമില്ല, ടൈം അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഓരോ എംപ്ലോയീസിന്റെ പേര് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഒന്നാമത്തെ ഡേ 1 ഇവിടെ വന്നിട്ട് ടൈം എഴുതി വെക്കും. 11 മണിക്ക് കയറി വന്നു. ഇനി അന്നത്തെ തന്നെ പോയ ടൈം ഇവിടെ ഉണ്ടാവും, 5 മണിക്ക് പോയി. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. ഓരോരുത്തർക്കും ഓരോ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ടോക്കൺ കൊടുത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും? ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക് അല്ലെങ്കിൽ ഒരു എന്തുണ്ടാവും, ചെറിയൊരു ബോക്സ് ഉണ്ടാവും, അതിലേക്ക് എന്ത് ചെയ്യും?
വരുന്ന സമയത്തും പോകുന്ന സമയത്തും അതെന്ത് ചെയ്യും, അങ്ങോട്ടും ഇട്ട് വെക്കുക, അത്രേ ഉള്ളൂ ടോക്കൺ എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വലിയൊരു ബോർഡ് ഉണ്ട്, ഒരു എക്സാമ്പിൾ ആണ്, ഒരു വലിയൊരു ബോർഡ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ടോക്കൺ ഉണ്ട്. എല്ലാ ഓരോരുത്തർക്കും അവനവന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽ ഉള്ള ഓരോ ടോക്കൺ കൊടുക്കും. അപ്പൊ ഇവിടെ ഈ ഒരു എന്തിനാ അത് കൊടുക്കുക, ഒരു ബോക്സ് ഉണ്ടാവും, ഈ ബോക്സിൽ എല്ലാവരുടെയും നമ്പർ ഉണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. ഇവിടെ വലിയൊരു ബോർഡ് ഉണ്ടാവും, ഈ ബോർഡിൽ നമ്മളെ ഓരോരുത്തരുടെയും 1 2 3 4 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരു ഇത് വെക്കും, എന്ത്, ബോക്സ് വെക്കും. വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിടുക, രണ്ടാമത്തെ ആൾ വന്നിട്ട് എടുത്തിടുക. ഇങ്ങനെ ചെയ്യുന്ന മാനുവലി ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്, ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കലിലേക്ക് പോവാം നമുക്ക്. മെക്കാനിക്കൽ, ഓക്കെ, ഇതിന് ഈസി ടു യൂസ്, സിമ്പിൾ ആണ്, രജിസ്റ്ററിനെക്കാളും സിമ്പിൾ ആണ് കാര്യങ്ങളൊക്കെ. ഇതിലെ പ്രശ്നം എന്താ, നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, എന്റെ ടോക്കണും കൂടി ഇനി അതിലേക്ക് എടുത്തിട്ടേക്കുണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ടോക്കൺ മിസ് ആവാനും സാധ്യതയുണ്ട്. പ്രോക്സി അറ്റൻഡൻസ് ഒക്കെ ഇതിൽ പ്രോക്സി പറഞ്ഞാൽ ഇല്ലാത്ത ആൾക്ക് അറ്റൻഡൻസ് കൊടുക്കുക. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് മെക്കാനിക്കലിൽ വരുന്നതാണ്. ഇതുവരെ പറഞ്ഞത് മാനുവലാണ്, ഇനി മെക്കാനിക്കൽ. This device print the exact time on time card when the employee insert into the clock. അതായത് ഒരു ക്ലോക്ക് അവനാണ് ഉള്ള ഒരു ടൈം എന്തുണ്ടാവും, ഒരു കാർഡ് ഉണ്ടാവും. ഇതിൽ അവനവന്റെ പേരും എംപ്ലോയി നമ്പറും കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ അറൈവ് ചെയ്ത ടൈം ഇതിൽ പ്രിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സംവിധാനമാണ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. അക്യുറേറ്റ് ആൻഡ് ഓട്ടോമാറ്റിക് ടൈം റെക്കോർഡ് ചെയ്യും, മാനുവൽ എറേഴ്സ് കുറക്കാൻ പറ്റും. ഇതിനെന്താണ്, മെയിൻ്റനൻസ് നിർബന്ധമാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാർഡ് എന്ന് പറഞ്ഞില്ല, ആ കാർഡ് ചിലപ്പം ഡാമേജ് ആവാനോ നഷ്ടപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഡയൽ ടൈമർ റെക്കോർഡർ, ഇതേപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ്, സിമിലർ ടു ദ ടൈം ക്ലോക്ക് ബട്ട് യൂസ് ഡയൽ മെക്കാനിസം ടു സ്റ്റാമ്പ് ടൈം. അതായത് ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരു മെഷീന് ഇപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും എന്ത് ചെയ്യുക, ഒരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലേക്ക് ഈ ടോക്കൺ കൊണ്ടുവന്നിട്ടാണ് പഞ്ച് ചെയ്തെടുക്കുക, എന്നിട്ട് ഇങ്ങനെ കറക്കുക. അപ്പൊ എന്ത് ചെയ്യും, അതിൽ ടൈമും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. റൊട്ടേറ്റ് ചെയ്യാം, നമ്മൾ പഴയ സിനിമയിലെ കണ്ടിട്ടില്ലേ, ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്കി എടുക്കുന്ന അത്തരം സാധനങ്ങൾ നെക്കി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ പേപ്പറിൽ എന്ത് ചെയ്യും, ആ ടൈമും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. അത്ര ഒരു സംവിധാനമാണ്. ഇനി കീ റെക്കോർഡർ എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനം. എംപ്ലോയീസ് ആർ ഇഷ്യൂഡ് കീ ഓർ ബാഡ്ജസ് ദാറ്റ് ഇൻസേർഡ് ഇൻ ടു എ റെക്കോർഡർ ടു ലോഗ് ദെയർ അറ്റൻഡൻസ്. ഇതേപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് കീ റെക്കോർഡർ എന്ന് പറയുന്നത്. ഈച്ച് കീ ഈസ് യൂണിക്. ഓരോരുത്തർക്കും ഓരോ കീ ഉണ്ടാവും. ആ കീ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ടൈമും കാര്യങ്ങളും അതിലെന്ത് ചെയ്യും, കയറി വരും, ടൈം വരും. അത് അത്തരം. ഇനി ബയോമെട്രിക് ആണ് മറ്റൊന്ന്. നിങ്ങൾക്ക് അറിയൂലേ, അവനവന്റെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ മുഖോ കണ്ണോ അത്തരം കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്ന സംവിധാനമാണ് ബയോമെട്രിക് റെക്കോർഡർ എന്ന് പറയുന്നത്. ഇത് ഒരു മെക്കാനിക്കൽ മെത്തേഡാണ്. അപ്പൊ മെക്കാനിക്കൽ മൂന്നെണ്ണം ഉണ്ട്. ആദ്യത്തെ മൂന്ന് ഏകദേശം ഒരേപോലെ ഉള്ളതാണ്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, ഡയൽ ടൈം റെക്കോർഡർ, കീ റെക്കോർഡർ, ബയോമെട്രിക്. ഇതൊക്കെ പഴയ സംവിധാനങ്ങളാണ്, ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ChatGPT ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെത്തേഡ്സ് ഒരുപാട് കിട്ടും. ഏതൊക്കെ, കാർഡ് സ്വൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കാർഡ് സ്കാൻ ചെയ്യുക, ബയോമെട്രിക് ചെയ്യുക, ഇങ്ങനെ പല സംവിധാനങ്ങൾ. ഇനി നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മളെ ഫിസിക്കലി ഉള്ള സംവിധാനങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നതാണ് ഈ മെക്കാനിക്കലൊക്കെ ഇപ്പോ. പിന്നെ പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. രജിസ്ട്രേഷനൊക്കെ ഉള്ളതാണ്. ഡിസ്ക് ടോക്കൺ ഒക്കെ കാലഹരണപ്പെട്ടു. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഓരോന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഇത് ടൈം കീപ്പിങ്ങിന്റെ മെത്തേഡാണ്. ഇനി ടൈം ബുക്കിങ്ങിന്റെ മെത്തേഡ്സ് ഉണ്ട്. ടൈം ബുക്കിംഗ് എന്താ നമ്മൾ പറഞ്ഞല്ലോ. ഇത് ഒരു ഡെയിലി ടൈം ഷീറ്റ് ആണ്. ഒന്നാമത്തത് ഡെയിലി ടൈം ഷീറ്റ്, മറ്റൊന്ന് വീക്ക്ലി ടൈം ഷീറ്റ്, മറ്റൊന്ന് ജോബ് കാർഡ്. ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യും, ഒരു ബുക്ക് കൊടുക്കും അല്ലെങ്കിൽ ഒരു പേപ്പർ കൊടുക്കും. അതിൽ ഓരോ ദിവസത്തെയും അയാളുടെ ടൈം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അതാണ് ഡെയിലി. ഇത് ഈ ഡെയിലി കൊടുക്കുന്ന സാധനം വീക്കിലി കൊടുക്കുകയാണെങ്കിൽ എന്താണ്, വീക്കിലി ടൈം ഷീറ്റ്. ജോബ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാർഡ് കൊടുക്കും, ഒരു ജോബിന് ഒരു കാർഡ്. ഇതിലെന്താണുള്ളത്, ഓരോ ജോബിനും അല്ല, ഇത് ഡെയിലി ടൈം ഷീറ്റിൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് എഴുതി വെക്കണം.
ഇത് ഒരു ജോബ് കാർഡ്, ഒരു ജോബിന് എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാർഡ് കൊടുക്കും. ആ കാർഡിന് അയാൾ ടൈം സ്പെൻഡ് ചെയ്തത് മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഈ 3 സംവിധാനങ്ങളാണ് ഡെയിലി ടൈം ഷീറ്റും വീക്ക്ലി ടൈം ഷീറ്റും ജോബ് കാർഡും ഒക്കെ ഉള്ളത്. ഡെയിലി ടൈം ഷീറ്റ് പറയുമ്പോൾ ഓരോ ജോബിലും എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്ന് എഴുതി വെക്കുന്നതാണ് ഡെയിലി. എന്നിട്ട് ഡെയിലി ആർക്ക് കൊടുക്കും? ഓഫീസർക്ക് കൊടുക്കും. ഡെയിലി റിപ്പോർട്ടിംഗ് ചെയ്യണം. വീക്ക്ലി എന്ന് പറയുമ്പോൾ ഈ ചെയ്യുന്ന കാര്യം തന്നെ ഒരു വീക്കിന് മുഴുവൻ ഉള്ളത് ഉണ്ടാവും. ഓക്കെ. ഇനി ജോബ് കാർഡ് എന്ന് പറയുമ്പോൾ ഓരോ ജോബിനും എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്ന് അറിയാൻ ഓരോ ജോബിന് ചെയ്യുമ്പോഴും ഒരു കാർഡ് കിട്ടും. അതിന് കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് ജോബ് കാർഡ്. ഇത്രയാണ് ടൈം ബുക്കിങ്ങിൻ്റെതും ടൈം കീപ്പിംഗ് മെത്തേഡ്സ്. ഇതൊക്കെ നോക്കുക. ഇത്രയാണ് നമുക്ക് എന്തിന് പറയാനുള്ളൂ, നമ്മുടെ ലേബർ കോസ്റ്റിൽ പറയാനുള്ളൂ. ഈ കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിന് പുറമെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡിൽ ടൈമിന്റെ കാര്യങ്ങൾ, ഐഡിൽ ടൈമിന്റെ കാരണങ്ങളും മറ്റുമൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ നമ്മുടെ ഇതിലുണ്ട്. അതൊന്ന് കാണാം. ജസ്റ്റ് 1 മിനിറ്റ് അതൊന്ന് സെറ്റ് ചെയ്യാം. അത്ര നമുക്ക് അതിൽ എന്ത് ചെയ്യാനുള്ളൂ, പറയാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്താണ്, ഓക്കെ ആണ്. നോക്കുക, ലെക്ചർ മെറ്റീരിയലില് ലേബർ, ഓക്കെ. ഇത്ര ആളുകളെ ഇത് കാണുന്നുള്ളൂ. 13 പേര്, 19 പേര്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഐഡിൽ ടൈമും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഐഡിൽ ടൈമിന്റെ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണിത്. ഓക്കെ. ഇനി ഇത് 1ാമത്തെ വീഡിയോയിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒക്കെ നോക്കുക, കാണുക കേട്ടോ, കാണാതെ പോകരുത്. 2ാമത്തേലായിരിക്കും ഞാൻ പറഞ്ഞ സാധനം. ഈ വീഡിയോ ഒന്ന് ഇതാണ് ഡീറ്റെയിൽ സാധനം. ഇതൊന്ന് കണ്ടാൽ മതി. ഈ ഒരു വീഡിയോ ആകെ ഒന്ന് കണ്ട് അതൊന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഇതാണ് സംഭവം. അത് നല്ല പോലെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. 2ാമത്തെ വീഡിയോ കാണാത്തവർ കാണാൻ, ആകെ 19 പേരെ കണ്ടിട്ടുള്ളൂ. അതൊന്നും ടൈം സ്പെൻഡ് ചെയ്യണ്ട. വെറുതെ ഒരേ സാധനം 2-3 സ്ഥലത്ത് പറയണ്ടല്ലോ. അതിനാണ് നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. എന്റെ മാക്സിമം ഞാൻ ഡാറ്റകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഓവറിട്ട് നോക്കി മിനിറ്റ് ലേബർ മൊഡ്യൂളൊന്ന് എടുക്കട്ടെ. ടൈം റേറ്റിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് റോവൻ. അതായത് നമ്മൾ എത്ര ടൈം സേവ് ചെയ്തു അതിന്റെ പെർസെൻറ്റേജ് നമ്മുടെ ആക്ച്വൽ വർക്കിലേക്കും കൂടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നതാണ്. നോക്കാം. ഹാൽസി ഓൾറെഡി ഇതാണ് ഹാൽസിയുടെ ഓരോ രീതിയിൽ ഇക്വേഷൻ കാണാം. ഇതിപ്പം ഏതായാലും കൺസെപ്റ്റ് മനസ്സിലാക്കുക. ടി ഇൻറ്റു ആർ, പിന്നെ ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡ് ബൈ ടി എന്നൊക്കെ പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ടൈം. ടി എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ. അതാണ് നമ്മൾ ടൈം സേവ്ഡ് എന്ന് പറയുന്നത്. ടൈം സേവ്ഡ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പോകുന്നത് റോവനിലേക്കാണ്. റോവന്റെ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് നോക്കുക. റോവന്റേത് എന്താണ് നോക്കുക. റോവന്റേത് സാധാരണ ബോണസ് മാത്രമേ ഉള്ളൂ. മറ്റത് സാധാ സ്റ്റാൻഡേർഡ് ടൈം. ടൈം സേവ്ഡ് ഡിവൈഡ് ബൈ എന്ത്, സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ്. ഇതെന്താ സംഭവം? ഇതൊന്നുമില്ല. റേറ്റ് 5 രൂപ ഉണ്ട്, അയാളെ കിട്ടും 50 രൂപ കിട്ടും. ഇതവിടെ മനസ്സിലാക്കി വെക്കുക. 10 മണിക്കൂർ വർക്ക് ചെയ്ത് ഇയാൾ സാധാരണ വർക്ക് ചെയ്യേണ്ടത് എത്രയാണ്? സാധാരണ വർക്ക് 7 മണിക്കൂറാന്ന് കരുതുക. അതായത് സ്റ്റാൻഡേർഡ് ടൈം 15 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേജസ്
വേജസ് എന്ന് പറയുന്നത് 50. പിന്നെന്ത് ചെയ്യുക വെച്ചാല് ടൈം സേവ് ചെയ്ത് എത്ര 5 മണിക്കൂറാ. 5 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈം എത്ര 15 ഇൻറ്റു ഈ 50 രൂപ ഉണ്ടല്ലോ, കണ്ടെത്തിയ 50 രൂപ. ഇതാണ് ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല ഈ 50. അത് ചെയ്താൽ മതി. അപ്പൊ എന്താണ് ആക്ച്വൽ ടൈം എത്രയാണോ ടൈം സേവ് ചെയ്തതിന്റെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാണ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ടൈം പിന്നെ എന്താണ് ടൈം സേവ് ചെയ്തത് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ടൈമിന്റെ എത്ര ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ടൈം സേവ് ചെയ്തത്, അത് ഇൻറ്റു നമ്മുടെ ആക്ച്വൽ ക്യാഷും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇയാളുടെ പെർസെന്റേജ് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇത് 33% വരും. അപ്പൊ 50ന്റെ 33% എന്ന് പറയുമ്പോൾ 16.67 ഉണ്ടാവും. ഓക്കെ, അപ്പൊ അയാളെ ടോട്ടൽ വേജസ് എത്ര വരും 66.67 വരും. ഓക്കെ, ഓൾറെഡി 50 കിട്ടിയിട്ടുണ്ട്, ഈ ബോണസും കിട്ടിയിട്ടുണ്ട്. അതാണ് കാൽക്കുലേഷൻ. ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ നമുക്കൊന്ന് കാണാം. ടൈം റേറ്റ് ഉണ്ട്, ടൈം എടുത്തതും ഉണ്ട്, റേറ്റും ഉണ്ട്. 8 5 അത് 40 കിട്ടി. ഓക്കെ, ഇനി ഇയാളുടെ ഇതെന്താണ് ടൈം സേവ് ചെയ്ത് എത്ര മണിക്കൂറാണ്, ഇതനുസരിച്ച് 2 മണിക്കൂറാണ്. അപ്പൊ 2/10 സ്റ്റാൻഡേർഡ് ഇൻറ്റു 40 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് ആ സംഖ്യ. ഇതിങ്ങനെ 80/10 എന്ന് പറയുമ്പോൾ എത്ര വരും 8 വരും. അതാണ് 40ഉം പിന്നെ 8ഉം കൂടെ കൂട്ടി 48 എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ഒക്കെ ഇതൊക്കെ ബുക്ക് പിന്നെ ഇതിലുള്ള കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത് ഒന്നും കൂടെ നോക്കുക. നേരത്തെ മേലുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ കാണാത്തത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത് നോക്ക്. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ടൈം എത്ര 10 അവർ ആണ്, ടൈം ടേക്കൺ 8 അവർ ആണ്, അവർലി റേറ്റ് എത്ര 5 ആണ്. അപ്പൊ അയാളെ ആക്ച്വൽ വേജസ് എത്ര, വേജസ് എന്ന് പറയുന്നത് 8 മണിക്കൂർ പണിയെടുത്തു 5 രൂപ, അങ്ങനെ 40. ഇനി ബോണസ് എത്ര, ബോണസ് എന്ന് പറയുമ്പോൾ ടൈം സേവ് ചെയ്ത് എത്ര 2 മണിക്കൂർ, എത്ര സ്റ്റാൻഡേർഡ് ടൈം 10, അപ്പൊ 20% ഇത് ചെയ്തു. അപ്പൊ ഈ 40ന്റെ 20%, ഇതാണ് 8 × 5 എന്ന് പറയുന്നത്. 40ന്റെ 20% എത്ര, 40ന്റെ 10% എന്ന് പറഞ്ഞാൽ 4, 20% 8. അപ്പൊ ഇവിടെ 8 കിട്ടി. ഇനി ഇയാളെ ഏണിങ്സ് എത്ര, ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 40 + 8 48. ഓക്കെ, ഇതാണ് കാൽക്കുലേഷൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, റോബനും കൂടെ നോക്കുക. ഈ എക്സാമിന് നിങ്ങൾ റോബനും കൂടെ നോക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? നമ്മൾ നിർത്താട്ടോടാ. നാളെ വീണ്ടും പറയുന്നു. എന്നോട് ഓരോരുത്തർ വന്നിട്ട് ഇന്ന് എപ്പോഴാ ക്ലാസ് എനിക്ക് നിങ്ങൾക്ക് ടൈം പറയുന്നതിന് ഒരു പ്രശ്നമില്ല.